ഓ, ആ, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ന് ബസ്സിൽ ജോലിക്ക് കയറേണ്ട ദിവസമാണ്. ഞാനാണെങ്കിൽ അതങ്ങോട്ട് മറന്നും പോയി, താമസിച്ചു പോയി ശരിക്കും. എന്തായാലും പോയി ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കേ. ബാത്റൂമിലൊന്ന് പോകാൻ വരാം. നമുക്ക് സ്വിമ്മിങ് പൂളിൽ ഒന്ന് ചാടി ഒന്ന് കുളിച്ചിട്ട് വരാം. നല്ല തണുപ്പ്. ഇത്രയും നേരത്തേക്ക് എഴുന്നേറ്റ കാലം മറന്ന്. വേഗം കയറി വേഗം കയറി, തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ആ ചോപ്പ് ഇത്രയും നേരത്തേക്ക് എഴുന്നേക്കും. നമ്മളങ്ങനെ എഴുന്നേക്കാത്തതുകൊണ്ട് നമുക്കങ്ങനെ അറിയത്തില്ല. ഓക്കേ, ഇനി കഴിക്കാനൊന്നും വലിയ സമയമില്ല. നമുക്ക് നേരെ പോയി ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വന്നേക്കാം. ഓക്കേ. സോ നമ്മളെന്തായാലും ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട്, നമുക്ക് യൂണിഫോം ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ താമസിക്കാൻ പാടില്ലല്ലോ. ഇനി കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. നമുക്ക് നേരെ എന്തായാലും നമ്മുടെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. ഓക്കേ. നമ്മളപ്പോൾ ഇന്ന് നമ്മുടെ കാറിലല്ല പോകുന്നത്, നമ്മുടെ കൂട്ടുകാരൻ്റെ കാറിലാണ് നമ്മൾ പോകുന്നത്. കാരണം അവനും അവിടെ തന്നെയാണ് ജോലി. അപ്പം അവൻ വൈകുന്നേരം ഈ കാർ എടുത്തുകൊണ്ട് പോയിട്ട് വേറൊരു കാർ അവിടെ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, കാർ എടുക്കാം. ഓക്കെ, അപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോയി പിടിച്ചേനെ. ഓക്കെ, ഒരു പാട്ടിട്ടേക്കാം. മഴത്തുള്ളികൾ കിലുങ്ങിടുമീ നാടൻ വഴി പോയി. അങ്ങനെ നമ്മൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ടോ പിടിച്ചേരാൻ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. നമുക്ക് തന്നൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ആ വണ്ടി അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം. ഇടിച്ചില്ല. ഓക്കെ, നമുക്ക് ആ സൈഡിൽ നമുക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം നമ്മുടെ വണ്ടി. പോട്ടെ, പാർക്ക്. ഇറങ്ങാം. ഇതാണ് അപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡ്. ഓക്കെ, നമുക്ക് ആ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് ഇവിടുത്തെ സ്ഥലവും കാരണങ്ങളൊന്നും അറിയത്തില്ല. ചേട്ടാ, ഈ ബസ് സ്റ്റാൻഡ് ഇതല്ലേ? അത് ചേട്ടാ, ഈ ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ അതോറിറ്റി ഓഫീസ് എവിടെയാ? ഇവിടുന്ന് ആ ലെഫ്റ്റിലോട്ട് കാണുന്ന ആദ്യത്തെ ഡോർ. ഓക്കെ, താങ്ക്സ് ചേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ചേട്ടൻ പറയുകയാണെങ്കിൽ ഇതാണ്ട റൈറ്റ് കാണുന്ന വാതിൽ അങ്ങോട്ട് കയറാനാണ്. നമുക്ക് എന്തായാലും ഒന്നോട്ട് കയറി നോക്കാം. ഓക്കെ, ഫൈനലി നമുക്ക് ആ ജോലി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ബസ്. അപ്പോൾ നമുക്ക് വൈൻവുഡോ ഏതോ ഒരു മാപ്പ് വന്നു. നമുക്ക് അതിൻ്റെ അകത്ത് മാപ്പിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, അതിനകത്ത് നോക്കിയിട്ട് പോകാനാണ് പറഞ്ഞത്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, നമുക്ക് 25 ജംഗ്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ജംഗ്ഷൻ ഇവിടെയാണ്. നിർത്തി. കയറാനുള്ള എല്ലാവരും കയറിക്കോ. കയറിക്കോ. 1 2 2 പേരേ ഉള്ളു. ഓക്കെ, നമുക്ക് പോവാം. ഇനി അടുത്ത ജംഗ്ഷൻ. ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. ഉണ്ട്. ഈ പാട്ട് മതി ചേട്ടാ. ഫൈനലി നമ്മുടെ ഇന്നത്തെ റൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വണ്ടി നമുക്ക് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങോട്ട് നോക്കി നിർത്തി പാർക്ക് ചെയ്യാം. ഓക്കെ, ഇറങ്ങാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് ആ റോഡിൻ്റെ അവിടെ ഒരു റെഡ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് വീട്ടിലോട്ട് പോകാനാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം വണ്ടി ഉണ്ടാകുന്നു. അവിടെ എന്തോ ഓക്കെ, ഞാൻ കണ്ട് ആ കാറിലാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ആ കാർ എടുക്കാം. തുറന്നു. ഓക്കെ, വാതിലടച്ച്. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട്. ഞാൻ ബസ്സിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് എൻ്റെ കൈ ആകെ മരവിച്ചു. വീട്ടിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. ഓക്കെ, നമ്മുടെ വീടെത്താറായിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ ഫൈനൽ വളവും വളഞ്ഞു. എന്തൊരു ക്ഷീണം. ഞാൻ ഇപ്പോഴാണ് ഓർത്തത് നമുക്കിപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല. കാരണം നാളെ വർക്കിനിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടീഷർട്ട് പോയി എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോകണം.
ഓക്കെ, നമുക്കെന്തായാലും താഴോട്ടിറങ്ങി പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവണം. നമുക്ക് നേരെ ആ സ്വിമ്മിങ് പൂളിലോട്ട് എടുത്ത് ചാടാം. സമയം ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. ആ ഓ, എന്തൊരു തണുപ്പ്. നേരത്തെ രാവിലെ തന്നെ അത്രയും തണുപ്പില്ല കേട്ടോ. ഓക്കെ, ഏതായാലും നമുക്ക് വേഗം കയറാം. ഇനി ഫ്രഷ് ആയിട്ട് നമുക്ക് പോകേണ്ട കടയിലോട്ട്. ആ ചോപ്പേ, എന്തായി? വേഗം വാ, ഓടോടോടോട്. സമയമില്ല, എങ്ങനെ കടയടിച്ചു പോയാലേ. ഒന്നാമത് ഇവിടുത്തെ കടയ്ക്കൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഓക്കെ, നമ്മളങ്ങനെ ഡ്രസ്സ് മാറിയിട്ടൊരു കാഷ്വൽ ലുക്കിലേക്ക് വേണ്ടുണ്ട്. ഇനി നമുക്ക് ആ കോട്ടും സൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചോപ്പിനെയും കൂടി വിളിച്ചാലേ കടയിലേക്ക്. അവനെന്തായാലും വെറുതെ ഇരിക്കുമല്ലേ, നമുക്ക് എന്തായാലും വിളിച്ചു നോക്കാം. അവൻ വരുവാണെങ്കിൽ വരട്ടെ. ചോപ്പേ, ഞാൻ പുറത്തോട്ട് പോവാ. നീ വരുന്നുണ്ടേ? വേഗം പാട്ടാ. ആ അങ്ങനെ വഴിക്കുക. അവൻ എന്നോട് ഇറക്കുന്നു. ഓക്കെ, ആ നീ എന്തായാലും ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നു. നമുക്ക് നമ്മുടെ സിറ്റി വരെ ഒന്ന് പോയിട്ട് വരാം. എനിക്കൊരു ഉടുപ്പെടുക്കണം. ഓക്കെ, വണ്ടി എടുത്ത് നമുക്ക് നേരെ സിറ്റിയിലേക്ക്. എടാ, ഇതാണ് സിറ്റി. ആ കാണുന്ന ഞാൻ ഉടുപ്പാടാ. ഹേ വെയിറ്റ്, നമ്മുടെ വണ്ടിക്ക് എന്തോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ഗൈസ്. ഓക്കെ, ഏതായാലും നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ലേ. പിന്നെ നമുക്ക് വല്ല ടാക്സിയും പിടിച്ച് പോവാം. ഓക്കെ, നമ്മൾ ബിങ്കോയിലാണ് വന്നിരിക്കുന്നത്. ആ ചേച്ചി, എനിക്ക് ഒരു ഷർട്ട് വേണമായിരുന്നുണ്ടേ. അത് സാധാ കാഷ്വൽ ടീഷർട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ മക്കള്, ആ സൈഡിലത്തെ സെക്ഷനിൽ പോയി നോക്കുക. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കാണും. ഓക്കെ ചേച്ചി, താങ്ക്സ് ചേച്ചി. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഉണ്ടോ? ഈ ജാക്കറ്റും ടോപ്പൊക്കെയാണ്. ഓക്കെ, ആ അതാ എനിക്ക് ഇവിടെ ടീഷർട്ട് ഉണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. എനിക്കില്ലാത്തതാണ് വെള്ള കളറ്. ഓക്കെ, ആ ഇത് കുഴപ്പമില്ല, തിരക്കില്ലാതെയാണ്. ചേച്ചി എത്ര രൂപയായി? അത് $50 മോനെ. ആ എന്നാ ചേച്ചി, ശരി ചേച്ചി എന്നാ. ചോപ്പേ, എടാ നീ ഇവിടെ നിൽക്കുന്ന, നീ എന്താ അകത്തോട്ട് കയറാനെ? ഓ മാനേഴ്സ്. ആ ഓക്കെ. ഓ, നമ്മുടെ വണ്ടിയും കംപ്ലൈൻ്റ് ആയി. ഇനി നമുക്കൊരു ടാക്സി വിളിക്കാം. ആ നമ്മൾ ഫൈനലി ഒരു ടാക്സി കണ്ടുപിടിച്ചിട്ടുണ്ട്. ചേട്ടാ, ടാക്സി. ആ കയറാ മോനെ. എങ്ങോട്ടാണ് മോനെ പോണ്ടത്? ചേട്ടാ, നേരെ വൈൻവുഡ് ഹില്ലിലോട്ട് ഇട്ടു. ഞാൻ വഴിയൊക്കെ പറഞ്ഞുതരാം. ശരിയാടാ. അപ്പൊ ശരിയായിട്ടാന്ന്. ശരി. ഓക്കെ, അങ്ങനെ ടാക്സിക്കാരൻ പോയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഇനി ഫുള്ള് റെസ്റ്റ് ആയിരിക്കും. കാരണം ഇന്ന് ഒരു തുള്ളി നേരെ റെസ്റ്റ് എടുക്കാൻ കിട്ടില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാണ്. ഓക്കെ, നമ്മുടെ ചോപ്പ് ഇവിടെ എത്തിയ. ഓക്കെ, ഇനി പോയി റെസ്റ്റ് എടുക്കുക. സോ ഗൈസ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്റ്റോറി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.